ബദരീങ്ങളുടെ മഹത്വം മാത്രം അല്പം പറയാം ബർക്കത്തിന് വേണ്ടി. ബദരീങ്ങളെ പറ്റി എന്താ നമ്മൾ മനസ്സിലാക്കിയത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, മാ തഉദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും, ബദരീങ്ങളെ പറ്റി നിങ്ങൾ കണക്കാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. ബദരീങ്ങളെ സ്ഥാനം സ്വഹീഹായ ഹദീസാണ്, ഹദീസിൽ സംശയമൊന്നുമില്ല. അപ്പൊ തങ്ങൾ പറഞ്ഞു മിൻ അഫ്ളലിൻ നാസ്, ചില റിപ്പോർട്ടിൽ മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളവരാണ് ബദരീങ്ങൾ. ലോകത്തുള്ള മുസ്ലിങ്ങൾ മനുഷ്യരിൽ ഏറ്റവും മഹത്വമുള്ളവരാണ് ബദരീങ്ങൾ. സ്വഹാബത്ത് മുഴുവനുണ്ടോ ബദരീങ്ങളിൽ? ഇല്ല, 300 ചില്ലറ ആൾക്കാരല്ലേ ഉള്ളൂ. 313 എണ്ണും. ചിലപ്പോ കുറച്ചുകൂടി എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അത് പല രൂപത്തിൽ കണക്കാക്കുമ്പോൾ വരുന്ന വ്യത്യാസമാണ്. റിപ്പോർട്ടുകളുടെ മാറ്റത്തിനനുസരിച്ചും ബദരീങ്ങളിൽപ്പെട്ട ബദർ യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ ബദരീങ്ങളുടെ മഹത്വം നൽകിയ മഹാന്മാരുടെ എണ്ണം അനുസരിച്ചുമൊക്കെ ചില്ലറ മാറ്റങ്ങൾ വരും. ബദരീങ്ങളുടെ പേരെണ്ണുമ്പോൾ 360, 363 ഒക്കെ വരുന്ന അങ്ങനെയാണ്. ഏതായാലും ബദരീങ്ങളിൽപ്പെട്ട ആൾക്കാരാണെന്ന് മഹാന്മാര് പറയുമ്പോൾ നമ്മൾ സംശയിക്കണ്ട. ചരിത്രം അന്വേഷിച്ച് പഠിച്ച ആളുകൾ വിലയിരുത്തിയിട്ട് അവർ ബദരീങ്ങളിൽപ്പെട്ട മഹാന്മാരാണ് എന്ന് സ്ഥിരപ്പെടുത്തുമ്പോൾ നമ്മൾ തീർക്കാൻ പോകണ്ട. ബദരീങ്ങളിൽപ്പെട്ട ഒരാൾ ബദരീങ്ങളിൽപ്പെട്ട ആളല്ല എന്ന് പറയുമ്പോൾ സ്ഥാനം കുറക്കലല്ലേ. അപ്പോ അൻസാറുകളിൽ നിന്ന് 200-ലധികം വരുന്ന അൻസാറുകളും 100-ൽ താഴെ വരുന്ന മുഹാജിറുകളുമാണ് ഈ 313 കണക്ക് വെക്കുമ്പോൾ ബദരീങ്ങളിലുള്ളത്. അവർക്ക് സ്ഥാനമാണ് ഈ പറഞ്ഞത് മിൻ അഫ്ളലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ മഹാന്മാരാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു വകദാലിക മൻ ശഹിദ ബദറൻ മിനൽ മലായിക, അപ്രകാരം തന്നെയാണ് എണ്ണം കണക്കാക്കാൻ കഴിയാത്ത അത്രയും ആളുകളുണ്ട് മലക്കുകൾ. അവരെ എണ്ണ ആർക്കാ പറയാൻ പറ്റുക? വമാഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, റബ്ബിന്റെ സൈന്യത്തിന്റെ എണ്ണം അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയില്ല. ഒരൊറ്റ കുട്ടിക്കും അറിയില്ല എത്ര മലക്കുകളുണ്ട്. മലക്കുകളിൽ നിന്ന് ബദറിൽ പങ്കെടുത്തവരാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള മഹാന്മാർ. ആ ബദറിൽ ജിബ്രീൽ അലൈഹിസ്സലാം പങ്കെടുത്തിട്ടുണ്ട്, മീകായിൽ അലൈഹിസ്സലാം പങ്കെടുത്തിട്ടുണ്ട്, മറ്റു ശ്രേഷ്ഠരായ മഹാന്മാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ, മുഴുവൻ മലക്കുകളും ബദറിൽ ഇറങ്ങിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ മലക്കുകളെ ഇറക്കി കൊടുത്തു എന്നുള്ളത് തന്നെ ഈ ഉമ്മത്തിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും വലിയൊരു മഹത്വമാണ്. മലക്കുകൾ ഇറക്കി കൊടുക്കാതെ തന്നെ ഈ സ്വഹാബത്തിനെ നല്ല കരുത്ത് കൊടുത്ത് പോരാട്ടത്തിന് വീര്യം കൊടുത്ത് ശക്തി കൊടുത്ത് ജയിപ്പിക്കാൻ കഴിയാത്തോണ്ടല്ല, പിന്നെ ഒരു മഹത്വം അല്ലാഹു തആല അതിന് പുറമെ നൽകിയതാണ്. ഒരൊറ്റ നബിമാർക്കും അവരുടെ സമര പോർക്കളങ്ങളിൽ അല്ലാഹു തആല മലക്കുകൾ ഇറക്കി കൊടുത്തിട്ടില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ. സൂറത്ത് യാസീന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ മറ്റു മഹാന്മാരെയും വധിച്ച ഒരു ഗ്രാമവാസികൾക്കെതിരെ അല്ലാഹു തആല ശിക്ഷ നടപ്പിലാക്കിയതിനെ പറ്റി അല്ലാഹ് പറഞ്ഞു, വമാ അൻസൽനാ, നമ്മൾ ഇറക്കിയിട്ടില്ല അലാ ഖൗമിഹി, ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ ആ സമൂഹത്തിന്റെ മേൽ മിൻ ജുൻദിൻ മിനസ് സമാ, അവരെ കൊന്ന ശേഷം മിൻ ജുൻദിൻ മിനസ് സമാഇ, മേൽഭാഗത്തുനിന്ന് ഒരു സൈന്യത്തെയും ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ, അങ്ങനെ സൈന്യത്തെ ഇറക്കിയിട്ട് അവരെ നശിപ്പിക്കുന്ന ഒരു പതിവ് നമുക്കില്ല. പൂർവകാലത്ത് വലിയ വലിയ സമൂഹങ്ങൾ അല്ലാഹു തആല നശിപ്പിച്ചത് ഒരു ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് ഇറങ്ങിയിട്ട് ഒരു പക്ഷേ ഒന്ന് മറിച്ചിടും, അല്ലെങ്കിലോ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് ഒച്ച വെക്കും. ഇവിടെയും അതാണ് ഉണ്ടായത്. ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. ആ നാട്ടുകാരുടെ അടുത്ത് എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ ഒരൊറ്റ ശബ്ദം വെച്ചു ജിബ്രീൽ അലൈഹിസ്സലാം, ഫഇദാ ഹും ഖാമിദൂൻ. അപ്പോഴേക്ക് എല്ലാവരും നിശ്ചലരായി, ഒന്ന് അനങ്ങാൻ പോലും വിട്ടിട്ടില്ല. അപ്പോഴേക്ക് ഒറ്റടിക്ക് കെട്ടുപോയി എന്നതിനാണ് ശരിക്കും അറബിയിൽ ഹമദ എന്ന് പറയുന്നത്. ഒന്ന് ചലിക്കാൻ പോലും ഒന്ന് എണീറ്റ് നിൽക്കാൻ ഒന്നും അല്ലാഹു അവസരം കൊടുത്തിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഒരൊറ്റ ഒച്ച വെച്ചപ്പോ കടപ്പണിയായി പോയി. എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം? ആ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാരും നിർദാക്ഷിണ്യമല്ലേ, ഒരു കാരണവുമില്ലാതല്ലേ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെയും
അവരുടെയൊക്കെ വന്ന മുർസലീങ്ങളെയും അവർ കൊന്നുകളഞ്ഞത്. അതിന് അല്ലാഹു തആല അവർ ശിക്ഷിക്കാൻ ഒരു കൂട്ടം മലക്കുകൾ ഇറക്കിയോ? ഇറക്കിയില്ല. ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം, മലക്കുകൾ ഇറക്കി കൊടുത്തിട്ട് അല്ലാഹു തആല സഹായിച്ചത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും മാത്രമാണ്. അതെന്തൊരു സഹായം നോക്ക് നിങ്ങൾ. ഒരു നല്ല സഹായല്ലേ, നല്ല ശക്തിയല്ലേ അല്ലാഹു തആല കൊടുത്തത്. എതിരേൽക്കാൻ കഴിയാത്ത വിധം ആ മലക്കുകളുടെ രൂപഭാവങ്ങളൊക്കെ വ്യത്യസ്ത രൂപത്തിൽ മുശ്രിക്കുകൾ കണ്ടിട്ടുണ്ട്. പലരും പല രൂപത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അതാരാണെന്ന് അവർക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. മലക്കുകൾ ഇറങ്ങുന്ന ആ ഒരു സന്ദർഭമാകുമ്പോഴേക്ക് ശൈത്താന് പിടികിട്ടിയിട്ടുണ്ട്. മുന്നിലേക്ക് മുശ്രിക്കുകളെ നയിച്ചത് ശൈത്താനല്ലേ. തിരിച്ചു പോകാന്ന് ചില നേതാക്കൾക്ക് അഭിപ്രായം വന്നിട്ടു. അബൂ സുഫിയാനും കൂട്ടരൊക്കെ മക്കയിൽ സുരക്ഷിതരായി എത്തിയില്ലേ കച്ചവട സംഘം. ഇനി നമ്മൾ എന്തിനാ പോകുന്നത് പറഞ്ഞപ്പോ കുറച്ച് ആളുകൾ പറഞ്ഞു, കുറഞ്ഞ ആളുകൾ തിരിച്ചു പോകാന്ന് പറഞ്ഞപ്പോഴേക്ക് ശൈത്താന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അങ്ങനെ തിരിച്ചു പോയാല് നിങ്ങൾ ഭീരുക്കളായി മാറും. അപ്പൊ അബൂജഹലിനും തോന്നി അതാണ് ശരി, ഭീരുക്കളാകാൻ പാടില്ല, നല്ല ധീരതയുള്ളവരാകണം. അതുകൊണ്ട് അവരെ മുന്നിൽ നിന്നിട്ട് ശൈത്താൻ പറഞ്ഞു, വഖാല ശൈത്താനു ലാ ഗാലിബ ലക്കും അൽ-യൗമ മിനന്നാസ്. ശൈത്താൻ പറഞ്ഞു, ഇന്ന് ജനങ്ങളെ കൂട്ടത്തിൽ മനുഷ്യരിൽ നിങ്ങളെ കീഴടക്കാൻ പറ്റി അതിജയിക്കാൻ പറ്റുന്ന ഒറ്റ കുട്ടിയില്ല. അപ്പൊ ഇവർക്കും തോന്നി ശരി തന്നെയാണ്. അബൂജഹൽ പറഞ്ഞു, നമ്മളേതായാലും ഇറങ്ങി പുറപ്പെട്ടില്ല. ലക്ഷ്യം സാധിച്ചു. അവര് എന്തിനാ ഇറങ്ങി പുറപ്പെട്ടത്? കച്ചവട സംഘത്തെ രക്ഷിക്കാനാണ്. ഇവരുടെ ആവശ്യമില്ലാതെ തന്നെ അബൂ സുഫിയാൻ വലിയ നേതൃപാടവും വലിയ തന്ത്രമുള്ള ആളാണ്, വലിയൊരു ഗോത്രത്തലവൻ തന്നെയാണ്. അബൂ സുഫിയാൻ മറ്റൊരു വഴിക്ക് രക്ഷപ്പെട്ടു. അപ്പൊ എന്നാ തിരിച്ചു പോകില്ലേ എന്ന് പറഞ്ഞപ്പോ അബൂജഹലിന്റെ ഒരു കിബർ അതിന് സമ്മതിക്കുന്നില്ല. അപ്പൊ അതിന് ശൈത്താനും ആക്കം കൂട്ടിക്കൊടുത്തു. അതാണ് ശരി, ബദർ വരെ പോകണം, പോയിട്ട് നമ്മളെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റിയ ഒറ്റ കുട്ടിയും ലോകത്തില്ലെന്നും തെളിയിക്കണം. അഥവാലെ പോരാടേണ്ടി വന്നാൽ ഉഗ്രം പോരാട്ടം നടത്തണം. നമുക്ക് വല്ല ഒരു കുറവില്ലല്ലോ. എല്ലാ നിലക്കുള്ള ശക്തിയും സംഭരിച്ചല്ലേ നമ്മൾ പോകുന്ന, സായുധരല്ലേ നമ്മൾ. ഇത്രയും വലിയ ആൾക്കൂട്ടമില്ലേ. എന്ത് ആൾക്കൂട്ട ഈമാന്റെ മുന്നിൽ എന്ത് ആൾക്കൂട്ടം സഹോദരങ്ങ. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ വലബത്ത് ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാ. എത്ര ന്യൂനപക്ഷമുണ്ട് ഭൂരിപക്ഷത്തെ മറികടക്കുന്നത്. പക്ഷെ അതിന് അംഗബലവും സൗകര്യങ്ങളും സംവിധാനങ്ങളെല്ലാം മുന്നോട്ട് അള്ളാഹുവിലുള്ള ഈമാനാണ്. തികഞ്ഞ ഈമാൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള ഈമാൻ, തങ്ങളെ അനുസരണം, തങ്ങൾക്കുള്ള വഴിപ്പെടൽ, ഇതൊക്കെയാണ് അതിലുള്ള മികവ്. അല്ലാതെ ആൾബലം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, സൈന്യത്തിന്റെ ശക്തി കൊണ്ടല്ല. അവരുടെ ഈമാനാണ്, അള്ളാഹുവിലുള്ള ഈമാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈമാനും. ഇതിനേക്കാളും ആളുകൾ ഉണ്ടായിരുന്നില്ല ബനു ഇസ്രായേലും മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ. പക്ഷെ യുദ്ധത്തിന് വിളിച്ചപ്പോഴേക്ക് അവർ മടി കാണിച്ചു. എല്ലാ സൗകര്യങ്ങളും ഉള്ള ടീം, സ്വർഗീയ ഭക്ഷണം കിട്ടിയവർ, ഒരു ബില്ലും അടക്കാതെ സദാസമയത്തും അല്ലാഹു തആല ജലാശയങ്ങൾ നൽകിയവർ, എവിടേക്കെങ്കിലും പോകുമ്പോ മേഘം ഒരു ചൂടും ഇല്ലാതിരിക്കാൻ തണലിട്ട് കൊടുത്ത ആൾക്കാർ. എന്തെല്ലാം അനുഗ്രഹങ്ങളാ കൊടുത്തത്. ഈ സമ്പുഷ്ടിയിൽ ജീവിക്കുന്ന ഈ പുഷ്ടിപ്പെട്ട ശരീരങ്ങളെ ധിക്കാരികളായ ആളുകളോട് ഒന്ന് ഏറ്റുമുട്ടാൻ വേണ്ടി കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷണിച്ചതും വളരെ പാവങ്ങളായിട്ട് നോമ്പ് നോറ്റുപോയി, കയ്യിലൊന്നുമില്ലാതെ ഒരുക്കങ്ങളൊന്നും നടത്താതെ ഈമാനോട് പോകുന്ന സ്വഹാബത്ത് കാണിച്ച അനുസരണവും ഹുബ്ബും രണ്ടും നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണെന്ന് അവര് പറഞ്ഞത്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവര് പറഞ്ഞ എന്താ? മൂസാ നബി, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹഹുനാ ഖാഇദൂൻ. ഞങ്ങൾ ആ നാട്ടിലേക്കില്ല. ആ ധിക്കാരികളായ ആളുകൾ, പോക്കിരികളായ ശത്രുക്കൾ ആ നാട്ടിലുള്ള കാലത്തോളം ഞങ്ങൾ വരൂല. ഒരു പണി ചെയ്തോളൂ. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ, നിങ്ങളും നിങ്ങളുടെ പടച്ചോനും പോയി യുദ്ധം ചെയ്തോളൂ. ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, ഞങ്ങൾ വീട്ടിൽ വിശ്രമിക്കാം. അങ്ങനെയുണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയ ആളുകളാണ് പറയുന്നത്. ബനൂ ഇസ്രായേൽക്കാരിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞവർ വന്നില്ല. കുറഞ്ഞ ആളുകളല്ലേ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ധൈര്യപ്പെട്ടത്. നമ്മൾ ആലോചിക്കണം, ഈ പോകുന്ന ബദരീങ്ങളിൽ കൂടുതലുള്ളത് ആരാന്നാ പറഞ്ഞത്? അൻസാറുകൾ അല്ലേ? 230-ലധികം വരുന്നവർ അൻസാറുകളാണ്. അൻസാറുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ മക്കയിൽ വെച്ച് നൽകിയ കരാർ എന്താ?
മദീനത്തും പരിസരങ്ങളിലൊക്കെ എന്ത് സഹായം എന്ത് സംരക്ഷണവും ചെയ്യുന്ന. പക്ഷെ അല്ലാഹു തആല അവരെ ഉള്ളിൽ നൽകിയ ഈമാനാണ് സഹോദരങ്ങളെ. തങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഉറച്ചു നിന്നുകൊണ്ട്, മുഹാജിറുകൾ ഏതായാലും ഒരു പ്രശ്നമില്ല, അവർ തങ്ങളൊപ്പം തന്നെ നിൽക്കും. കാരണം നാടും വീടൊക്കെ ഒഴിഞ്ഞു വന്നവരല്ലേ, അവര് എന്തായാലും കുഴപ്പമില്ല, തങ്ങൾ പറയുമ്പോൾ. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന അൻസാറുകളുടെ അഭിപ്രായം കിട്ടാൻ വേണ്ടി ഒന്ന് അല്പം തങ്ങളൊന്ന് മൗലം പാലിച്ചപ്പോഴേക്ക് അൻസാറുകളുടെ നേതാവ് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അഭിപ്രായത്തിന് വേണ്ടിയായിരിക്കും തങ്ങൾ കാതോർക്കുന്നത്. അതെ, നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടിയാണ്. കാരണം നിങ്ങൾ എനിക്ക് തന്ന കരാറും ഞാൻ നിങ്ങളോട് ചെയ്ത ബൈഅത്തും എവിടെങ്കിലൊക്കെ ഇങ്ങനെ പോരാട്ടത്തിന് ചെറുത്ത് നിൽപ്പിന് പോകുമ്പോ സഹായിക്കണം എന്ന് കരാറിലില്ല. നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, നമ്മളങ്ങനെ തന്നിട്ടില്ല. മദീനയിൽ എന്ത് സഹായം ചെയ്യും, പരിസരങ്ങളിൽ എന്ത് സുരക്ഷിതത്വം തരും, ജീവിക്കാൻ എന്ത് സഹായം തരും, അതവർ 100% കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവര് വെച്ച ഹുബ്ബ്, അവര് വെച്ച സ്നേഹം, മദീനയിൽ ഈ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് തന്നില്ല, അതുകൊണ്ട് മതിയായില്ല എന്ന് പറഞ്ഞില്ല. മൂസാ നബി അലൈഹി സ്വലാമിനോട് തന്റെ ജനത പറഞ്ഞ പോലെ ഞങ്ങൾ പറയൂല. അവര് പറഞ്ഞ നിങ്ങൾ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ എന്നല്ലേ, ഞങ്ങൾ അങ്ങനെ പറയൂല. ഞങ്ങൾ പറയുന്ന ഭാഷ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകും മുഖാതിലൂൻ. ഞങ്ങൾ പോരാട്ടത്തിന് ഒരുക്കമാണ്. ഞങ്ങൾ അതിലേക്ക് ക്ഷണിച്ചാൽ, റബ്ബതിന് ഉത്തരവിട്ടാൽ ഒരിക്കലും മടി കാണിക്കൂല. ഞങ്ങൾ മുന്നോട്ടുണ്ട്, ഞങ്ങളെ കൂടെ ഒപ്പുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബദറിൽ ആദ്യം മുന്നിട്ടിറങ്ങിയത് മുഹാജിറുകളല്ല, അൻസാറുകളല്ലേ. ദ്വന്ദ്വ യുദ്ധത്തിന് വെല്ലുവിളിച്ചപ്പോ, അബൂജഹല് വെല്ലുവിളിച്ചപ്പോ നേരെ മുന്നിട്ടിറങ്ങിയത് ആരാ? അൻസാറുകളാണ് ആദ്യം ഇറങ്ങിയത്. ഒരു മടിയില്ല അവർക്ക്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്ന മഹാന്മാർ തങ്ങൾ പറഞ്ഞതുപോലെ. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങളോട് തങ്ങൾ പറയുന്നത് ഒരു അഗ്നി പർവ്വതം അപ്പുറത്തേക്ക് മുറിച്ചു കടക്കണമെന്നാണെങ്കിൽ, കത്തുന്ന ഒരു പർവ്വതം, ഞങ്ങൾ മടി കാണിക്കൂല, ഞങ്ങൾ അനുസരിക്കും. തങ്ങളുള്ള സ്നേഹം ഞങ്ങൾക്കതാണ്, ഹുബ്ബതാണ്. കരകാണാത്തൊരു കടൽ നീന്തിക്കിടക്കണമെന്നാണോ തങ്ങൾ പറയുന്നത്? ഞങ്ങൾ അനുസരിക്കും നബിയെ, ഒരിക്കലും ഞങ്ങൾ പുറകോട്ട് പോകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടല്ല അബൂജഹലിന്റെ വെല്ലുവിളി കേട്ടിട്ട് ഇവര് മുന്നോട്ടിറങ്ങിയത്. തങ്ങളോട് അവർ ചെയ്ത സ്നേഹവും ബഹുമാനവുമാണ്. നിങ്ങൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങിയതല്ല. ആ വിളിച്ചപ്പോഴേക്ക് 3 അൻസാറുകൾ വന്നിറങ്ങില്ലേ. നിങ്ങളാരാ? ഞങ്ങൾ മദീനക്കാരാണ്, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ നാട്ടുകാർ വരട്ടെ എന്ന് അബൂജഹൽ മാറി പറഞ്ഞില്ല. അപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെ പേര് വിളിച്ചത്. കുമ്യാ ഉബൈദ, ഉബൈദത്തുൽ ഹാരിസ് തങ്ങളെ എഴുന്നേൽക്കൂ, കുമ്യാ ഹംസ, കുമ്യാ അലി. 3 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വിളിക്കുന്നതിന്റെ മുമ്പ് ബദറിലേക്ക് ആദ്യം ഇറങ്ങിയതാരാ? അൻസാറുകളാണ്. നമ്മൾ മനസ്സിലാക്കണം, സ്വഹാബത്തിന്റെ ഈമാൻ അനുസരണം, അവരുടെ ഈമാൻ ഈ രൂപത്തിലുള്ള അനുസരണമാണ്. എന്ത് ത്യാഗങ്ങളും വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ, ഈമാന്റെ പേരിൽ നെഞ്ചേറ്റാൻ ഞങ്ങൾ ഒരുക്കമാണ്, തയ്യാറാണ്. ഒരിക്കലും പുറകോട്ട് പോകുന്ന പ്രശ്നമല്ല. നമ്മൾ ആലോചിച്ചു നോക്കൂ, ശൈത്താന് വന്നൊരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭിന്നിപ്പിക്കുന്ന ഒരു സമയമാണ്, പിന്തിരിപ്പിക്കുന്ന ഒരു സമയമാണ്, യുദ്ധത്തിന് വേണ്ടി മുന്നോട്ട് നീങ്ങുന്ന ഒരു സമയം. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് വന്ന് സംസാരിക്കുമ്പോ ഇബ്ലീസ് പറഞ്ഞില്ലേ, 3 ഘട്ടങ്ങളിൽ എന്നെ ഓർക്കണം, ആ 3 ഘട്ടങ്ങളിലും നല്ല തിരുപ്പ് ഞാൻ ഉണ്ടാക്കും. അതിലൊന്ന് പോരാടാൻ വേണ്ടി പോകുമ്പോഴാണ്. പോരാട്ടത്തിന് പോകുമ്പോ ഭാര്യമാരെ ഓർമ്മിപ്പിക്കും, മക്കളെ ഓർമ്മിപ്പിക്കും, നാടും വീടും ഓർമ്മിപ്പിക്കും, ജീവിതത്തിന്റെ സുഖങ്ങൾ, സൗകര്യങ്ങൾ, സംവിധാനങ്ങളൊക്കെ ഓർമ്മിപ്പിക്കും. ഒന്ന് പിന്തിരിഞ്ഞു പോരട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷെ ഒന്നും പിന്തിരിയാതെ മുന്നോട്ട് നീങ്ങുമ്പോ അത് വല്ലാത്തൊരു ഈമാനാണ്. ഒരു സംഘട്ടന ഘട്ടത്തിലേക്ക് സഹോദരങ്ങളെ നീങ്ങേണ്ടി വരുന്ന ഒരു മൂമിനായ മനുഷ്യനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശൈത്താൻ ആവത് ശ്രമിക്കും. എല്ലാം ഓർമ്മിപ്പിക്കും, മക്കളെയും കുടുംബത്തെയും അവന്റെ ഭാവിയും അവന്റെ കണക്കൂട്ടലുകളും പദ്ധതികളും ഒക്കെ മനസ്സിൽ കൊണ്ട്. ഉറച്ച ഈമാനാണോ ഒരടി പിന്നോട്ട് മുന്നോട്ട് വെക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി 3 തവണയല്ലേ ശൈത്താൻ വന്നത്? എത്ര ജംറയിലേക്കാ കല്ലെറിയൽ? എത്ര ജംറകളിലേക്കാ സഹോദരങ്ങളെ കല്ലെറിയൽ? 3 ജംറകളിലേക്കല്ലേ? 3 പ്രാവശ്യമല്ലേ അവൻ വന്നത്? 3 പോയിന്റുകളിലല്ലേ എറിഞ്ഞത്? നോക്കിങ്ങൾ അവന്റെ അവസ്ഥ. അള്ളാഹുവിന്റെ ഒരു കൽപ്പന നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനെയും കൊണ്ട് പോകുന്നത്. പക്ഷെ ആ കൽപ്പന നിർവഹിക്കാതെ പിന്തിരിപ്പിക്കാനാണ് ഒരു ശ്രമം നടത്തിയത്.
അതല്ലേ അവർ രണ്ടുപേരും മത്സരിച്ചതിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത്? ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത الرؤيا ഇന്നാ കദാലിക നസ്ൽ മുഹ്സിനീൻ ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ വഫദൈനാഹു ബിദിബിഹിൻ നദീം. സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിനെ ഇറക്കി കൊടുത്ത അല്ലാഹു തആല അതിനെ ബലി കഴിക്കാൻ വേണ്ടി പറഞ്ഞു സമ്മാനായിട്ട്. അള്ളാഹുവിന്റെ ഈ ഉത്തരവ് നടപ്പിലാക്കാൻ ഫലമ്മാ അസ്ലമ, രണ്ടുപേരും ബാപ്പയും മോനും പൂർണ്ണമായി വിധേയപ്പെട്ടപ്പോൾ വതല്ലഹു ലിൽ ജബീൻ, ഒരു ഭാഗത്തേക്ക് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചിരിച്ചു കിടത്തി. അർത്ഥോർത്തിയിലെ എന്നുള്ള വിഷയത്തിൽ ഖിലാഫ് ഇരിക്കട്ടെ, ഖുർആൻ പറഞ്ഞ അങ്ങനെ പോവാ. അങ്ങനെ അവരാ സമർപ്പണത്തിന് വേണ്ടി സർവ്വരൂപത്തിലും തയ്യാറായപ്പോ അല്ലാഹു തആല വിളിച്ചു, അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഅ്യാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങളെ, നിങ്ങൾക്ക് നാം നൽകിയ സ്വപ്നം നിങ്ങൾ യാഥാർത്ഥ്യമാക്കി. വഹീന്റെ ഭാഗമാണ് അംബിയായിന്റെ സ്വപ്നം. നിങ്ങളത് യാഥാർത്ഥ്യമാക്കി, നിങ്ങളത് പൂർണ്ണമായും പാലിച്ചു. അതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ നിങ്ങൾ ജയിച്ചത് കൊണ്ടൊരു സമ്മാനം സ്വർഗത്തിൽ ഒരാട്ടിൻകുട്ടിനെ അള്ളാഹു ഇറക്കി കൊടുത്തു. അതിനെ ബലിയിറക്കി വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവിടെ പിന്തിരിപ്പിക്കാൻ വേണ്ടി വന്നില്ലേ ഇബ്ലീസ്? അതാണ് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത്, നിങ്ങൾ ശത്രുക്കളോട് പോരാടാൻ പോകുമ്പോ സർവ്വ അടവുകളും മുന്നോട്ട് നിർത്തിയിട്ട് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വരും. രണ്ടാമത്തെ ഘട്ടം ഹീന തഗ്ളബു, ദേഷ്യം പിടിക്കുമ്പോഴാണ്. നല്ലോണം ശ്രദ്ധിക്കണം. ദേഷ്യം പിടിക്കുന്ന ആളെ മൂക്കിൽ നല്ലോണം കാറ്റ് നിറച്ചു തരും. ഒരുപാട് പറയാം. പറഞ്ഞ് അവസാനം തൊലാക്ക് 3, 30, 300, 3000 ഒന്നായിട്ട് ചെല്ലും. ദേഷ്യം കൊണ്ട് മൂക്കുമ്പോ ദേഷ്യം ഊക്കൂടി വന്നതാണ്. ഒരൊറ്റ ചെറിയ നിസ്സാര പ്രശ്നത്തിന് ദേഷ്യം ഊക്കൂടി ചൂടാക്കുവന് ശരീരത്തിന് നല്ല ചൂട് തരും. നല്ലോണം പറയാൻ ഭാഷക്ക് കഴിവ് തരും. ചൂടാകാനുള്ള അനാവശ്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചു തരും. മുമ്പൊന്നും ഇവനിങ്ങനെ അനാവശ്യം പറഞ്ഞ ആരും കേട്ടിട്ടന്നെ ഉണ്ടാവില്ല. ആ രൂപത്തിൽ അവനെ കൊണ്ട് പറയിപ്പിക്കും. നിയന്ത്രിക്കേണ്ട ഒരു ഘട്ടമാണ്. നല്ലോണം അവന് കുടുംബജീവിതം തകർക്കും. കൂട്ടുകാർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കും. ആ മനുഷ്യന്റെ നല്ല മുഖങ്ങൾ മുഴുവനും കെടുത്തിക്കളയും. മൂന്നാമത്തെ ഒരു ഘട്ടം, അന്യ സ്ത്രീകളുമായി സംവദിക്കുമ്പോ, സംസാരിക്കുമ്പോ, സമ്പർക്കത്തിലാകുമ്പോ ഇടപെടേണ്ടി വരും, ഇടപഴകേണ്ടി വരുമ്പോ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കിപ്പിക്കും. നിന്റെ മനസ്സിൽ ആ പെണ്ണിനെ കൊതിപ്പിക്കും. വീണ്ടും വീണ്ടും സംസാരിക്കാൻ പ്രേരിപ്പിക്കും. നിനക്കൊരു ഭാര്യയുണ്ടെങ്കിലും ആ പെണ്ണുമായിട്ടൊന്ന് സമ്പർക്കത്തിലാകാം. ആരും അറിയാതെ ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരും. 3 ഘട്ടങ്ങളിൽ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് പറഞ്ഞ 3 ഘട്ടങ്ങളാണ്. നമ്മൾ ആലോചിക്കണം. ശൈത്താനാണ് ഇവരെ മുന്നിലും വന്നു നിന്നത്, അബൂജഹലിന്റെ മുന്നിലും. നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റിയ ഒരൊറ്റ കുട്ടി ലോകത്തില്ല. ലാ ഗാലിബ ലക്കും അൽ-യൗമ മിനൻ നാസ്. അബൂജഹലും തോന്നി ശരി തന്നെയല്ലേ ഇത്രയും വലിയ നേതാവ് വേണ്ടി പറയുമ്പോൾ. പക്ഷേ ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈഹി വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൗന ഇന്നി അഖാഫുല്ലാഹ്. 2 സംഘങ്ങളും അങ്ങ് പോരാട്ടം തുടങ്ങിയപ്പോ, പോരാട്ടം തുടങ്ങുന്ന നേരത്ത് നേതൃത്വം നൽകുന്ന ശൈത്താൻ അപ്പുറത്തുനിന്ന് പറഞ്ഞു, ഞാൻ കാണുന്നു നിങ്ങൾ കാണാത്തത്. ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണാത്ത രംഗം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്. നിങ്ങളെ നേതൃത്വത്തിന് ഞാനില്ല. യുദ്ധത്തിന് വരാത്ത സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലത്തിലാണ് ശൈത്താൻ വന്നത്. സുറാഖത്ത് ബിൻ മാലിക് അന്ന് മുശ്രിക്കുകളുടെ പക്ഷത്താണ്, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ആ സുറാഖിന്റെ വേഷത്തിലാണ് ശൈത്താൻ വന്നിറങ്ങിയത്. നല്ല നേതൃത്വം കൊടുക്കല്ലേ, നല്ലൊരു കുന്തവും കയ്യിൽ പിടിച്ച് മുന്നോട്ട് പോകട്ടെ. ഒരാളപ്പുറത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടി കൊണ്ടിട്ട് അപ്പുറത്തങ്ങൾ മരിച്ചു വീണപ്പോ, ഹൗദിന്റെ സമീപത്ത് വീണപ്പോഴേക്ക് ഇപ്പുറത്തുനിന്ന് ശൈത്താൻ ആക്രോശിച്ചു. സുറാഖത്തിന്റെ എന്ത് നോക്കി നിൽക്കുക നിങ്ങൾ? കണ്ടില്ല, ഒരാൾ പണിയായി. അത് കഴിഞ്ഞ് 3 ആൾക്കാർ പിന്നെയും പണിയായപ്പോ 1, 2, 3, 4 അപ്പുറത്തതാ ഒരാൾ ഷഹീദായിട്ടില്ല. എന്ത് നോക്കി നിൽക്കാൻ? ആളുകൾക്ക് ഇങ്ങനെ പിരി മുറുക്കി കൊടുക്കല്ലേ. പക്ഷേ 2 സംഘങ്ങളുണ്ട്. മുഖാമുഖം കണ്ട് നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ തുടങ്ങിയപ്പോഴേക്കും മലക്കുകൾ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. ആ മലക്കുകൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നത് കണ്ടു നിൽക്കുമ്പോ, മുശ്രിക്കുകളൊക്കെ കാണുന്നതിന് മുമ്പ് അവര് ചില രൂപഭാവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നീട് പലരും പറഞ്ഞിട്ടുണ്ട്. ചില കറുപ്പും വെളുപ്പോ കണ്ടിട്ടുണ്ട്, ചില രൂപങ്ങളോ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് അവരാ ഇറങ്ങി വരുന്ന ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ശൈത്താൻ പറഞ്ഞു, ഇന്നി അറാ മാ ലാ തറൗന ഇന്നി അഖാഫുല്ലാഹ്,
ഞാൻ അള്ളാനെ പേടിക്കുന്നു. എന്തൊരു പേടിയാ അവന്, മലക്കളാണ് വരുന്നത്. ഒരു മിനിറ്റ് കൂടി ഇടന്നുണ്ടെങ്കിൽ നല്ല നല്ല ഉഷാറല്ലേ. സാധാരണ പേടി കൂടുമ്പോ നമ്മളെ നാട്ടിൽ പറഞ്ഞൊരു കാര്യമല്ലേ, ബദറിന് ഇബിലീസ് ഓടി അറിയുന്നത്. അതൊരു വല്ലാത്ത ഓട്ടം തന്നെ. ബദറിന് ഇബിലീസ് ഓടിയ മാതിരി ഒരു മിസാല് പറയല്ലേ, അത് സംഗതി തന്നെ. ഇവൻ പിന്തിരിഞ്ഞു പോകാൻ ഒരുങ്ങുമ്പോ അബൂജഹൽ അവനങ്ങനെ പിടിച്ചു. അബൂജഹൽ പിടിച്ചാൽ ശ്വാസം മുട്ടിപ്പോട്ടോ, നമ്മളൊക്കെ പണിയായി പോവുകയും ചെയ്യും. അമ്മാതിരി ഹൈറ്റും വെയിറ്റുള്ള ആളാണ് അബൂജഹൽ. അബൂജഹലാണ് പിടിച്ചു, മുറുക്കി പിടിച്ചു. പിടുത്തം വിടൂല എന്ന് കണ്ടപ്പോ മർമ്മം നോക്കിയിട്ട് കൊടുത്തു ഇടി. മർമ്മത്തിടിച്ച ആരും വിടൂലേ. ഇടി അങ്ങോട്ട് കിട്ടിയപ്പോ അബൂജഹലും വിട്ടു, വേദന കൊണ്ട് സഹിക്കാൻ കഴിഞ്ഞിട്ട്. അടുത്ത ആള് പിടിച്ചു, അടുത്ത ആള് ഇടിച്ചു. പോകുന്ന പലരും പിടിച്ചു, പിടിച്ചവരൊക്കെ ഇടിച്ചു. കാരണം ഈ പേടി കണ്ടിട്ടല്ലേ പോകുന്നത്. ഇന്നിയറാമാലാത്തറവുന, നിങ്ങൾ കാണാത്ത ഞാൻ കാണുന്നു, ഞാൻ അള്ളാനെ പേടിക്കുന്നു, ഞാൻ പോകാണ്, ഇവിടെ നിന്നാല് തടി സലാമത്താകൂല. ഒരൊറ്റ പോക്കൺ പോയി. അവസാനം രക്ഷപ്പെട്ട് ഓടുന്ന സമയത്താണ് മുശ്രിക്കുകൾ പറഞ്ഞത്, ഞങ്ങൾ തിരിച്ച് മക്കയിലെത്തട്ടെ, നിന്നെ കാണിച്ചു തരാം. ഈ രംഗൊക്കെ കഴിഞ്ഞ് തിരിച്ച് മക്കയിലെത്തിയപ്പോ സുറാഖത്ത് ബിൻ മാലിക്കാണ് പിടികൂടിയല്ല. സുറാഖ് ചോദിച്ചു, എന്താ എല്ലാവരും കൂടി എന്റെ പേർക്ക്, നീയല്ലേ ബദറിൽ ഞങ്ങളെ മുന്നിൽ ഒന്ന് നേതൃത്വം നൽകി വലിയ ശുജായിയായി നിന്നിട്ട്, ഒരു കാരണം കൂടിയാണ് നേരല്ലേ ഒളിച്ചോടിയത്. സുറാഖത്ത്, ഞാൻ വന്നു, ഞാൻ ഒളിച്ചോടിയത്. എന്താ നിങ്ങൾ പറയണത്? ആ നീ തന്നെ, ഞങ്ങൾ പലപ്പോഴും നിന്നെ പിടിച്ചില്ലേ. അപ്പൊ ഒരാൾ ഞാൻ പിടിച്ചിട്ടുണ്ട്, മറ്റൊരാൾ പിടിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വന്നിട്ടന്നല്ല. നീ വന്നിട്ടില്ലാന്നോ? പിന്നെ ഭാര്യയും മക്കളും കുടുംബക്കാരൊക്കെ വന്നു പറഞ്ഞു, ഇല്ല സുറാഖത്തോടെ വീട്ടിനെന്നോട് വന്നിട്ടില്ല. അപ്പൊ കണ്ടങ്ങള് ശൈത്താൻ നൽകിയ പറ്റിക്കൽ, ആ പറ്റിക്കലിൽ നല്ല കുടുക്കാ കുടുങ്ങിയത്. അങ്ങനെയാ മുന്നോട്ട് നിന്നത്. ശൈത്താന് ഇതേ രൂപം തന്നെയാണ് പരലോകത്തും സ്വീകരിക്കുക. ശൈത്താനെ ആരാധിക്കുന്ന ആളുകൾ അവരെ വന്ന് ശൈത്താന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങളെ ആരാധിച്ചുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കുടുങ്ങിയെന്ന് പറയുമ്പോൾ ശൈത്താൻ എന്ത് പറയും? ഫലാ തലൂമൂനി വലൂമു അംഫുസക്കും, നിങ്ങളോട് എന്നെ ആരാധിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി, ഇന്നൊന്നും പറയണ്ട, ഞാൻ നിങ്ങളായിട്ടൊരു ടച്ചും ഇല്ല, ഒരു ബന്ധമില്ല. ഇന്നീ കഫർത്തു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, നിങ്ങൾ എന്നെ പങ്കു ചേർത്തിരുന്നുള്ള വിഷയം ഞാൻ നിഷേധിക്കുന്നു, ഞാൻ അങ്ങനത്തെ സംഗതി തന്നെ അറിയില്ല. ഇവിടെ ശിർക്ക് വെക്കാൻ എല്ലാവരെയും പ്രേരിപ്പിച്ച് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ശിർക്കിലേക്ക് വീഴ്ത്തിയിട്ട് അവിടെ എത്തുന്ന സമയത്ത് ഒരൊറ്റ മാറ്റം. അതവന്റെ തനി സ്വഭാവമാണ്. ഇവിടെയുള്ള സ്വഭാവം അവിടെ ഉണ്ടാവും. ഖുർആൻ പറയുന്നു അവിടുന്ന് നിഷേധിക്കും, ഞങ്ങളെ കൂടെ ഇല്ല എന്ന് പറയും. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അൻസാറുകളുടെ ആ ഒരു മുന്നോട്ടുള്ള ആ ഒരു ഗമനം, അനുസരണം വല്ലാത്ത ഈമാന്റെ ഭാഗമാണ്. അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ.